ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ച മൂന്നാർ യാത്രേൻ്റെ രണ്ടാം ഭാഗമാണ്. അന്നത്തെ ദിവസത്തെ തന്നെ യാത്ര തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വേണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നിരുന്നത് ഗാർഡനിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് എലിഫൻറ്റ് പാർക്കിലേക്കാണ്. അപ്പോൾ എലിഫൻറ്റ് പാർക്കിലേക്ക് വന്നിട്ട് എലിഫൻറ്റിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് വന്ന് വലിയ ഇതിൽ വന്നാണ്. പക്ഷേ എലിഫൻറ്റിൽ കയറാനൊന്നും പറ്റിയില്ല. എലിഫൻറ്റിൽ കയറാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വന്നായിരുന്നു. എമൗണ്ട് എത്രയായിരുന്നു? ഒരാൾക്ക് 700-800 രൂപ എങ്ങാണ്ടായിരുന്നു എമൗണ്ട് ആണെന്ന് തോന്നുന്നു. അതിൽ കൂടുതലെങ്ങാണ്ടായിരുന്നു. പക്ഷേ എലിഫൻറ്റിൽ കയറിയില്ല. ഞങ്ങൾ അവിടെ കണ്ട് അങ്ങനെ പോന്നു. പിന്നെ കുറച്ചവിടെ എലിഫൻറ്റ് വരുന്നതും പോകുന്നതൊക്കെ നോക്കിയെന്ന് അങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഡാമുകളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഡാമുകളിലേക്ക് നേരത്തെയൊക്കെ പോയതുകൊണ്ട് തന്നെ ഡാമുകളിലേക്ക് പോകാനൊന്നും തോന്നിയില്ല. ശരിക്കും ഈ ഡാം കഴിഞ്ഞിട്ട് ഡാമിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ അവിടെ പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു ഏരിയ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, ഒരുപാട് സ്ഥലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടെ ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗത്ത് വണ്ടികൾ പോകാനുള്ള ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രൻസ് പാസ് 40 രൂപയുള്ളൂ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന്. പക്ഷേ ഇവിടെ നിന്ന് പിന്നെ 3-4 സെക്ഷനാണ്. നമുക്ക് അവിടെ സിബ് ലൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് 500 രൂപയ്ക്കാണ് വലിയ ആൾക്കാർക്ക്, കുട്ടികൾക്ക് 300 രൂപ. പിന്നെ കുട്ടികളുടെ പാർക്കിന് സെപ്പറേറ്റ് പൈസയാണ് അവിടെ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിനും സെപ്പറേറ്റ് പൈസയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആണ്. നമുക്ക് ഇവിടെ എല്ലാം പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് കയ്യിലില്ലാണ്ട് പോയിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയും പേര് ഉണ്ടാവുകൊണ്ട് ബോട്ടിങ്ങിന് കയറാനൊന്നും വലിയ മൂടാർക്കും തോന്നിയില്ല. കാര്യം പറഞ്ഞാൽ പൈസേൻ്റെ ഒരു ഇതുകൊണ്ട് തന്നിട്ടാണ് കേട്ടോ. എല്ലാവർക്കും കൂടി കയറണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1300-1400 രൂപ വേണം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ആലപ്പുഴ ബോട്ടുള്ളപ്പോൾ നമുക്കുള്ളപ്പോൾ എന്താണ് ഹൗസ് ബോട്ടുള്ളപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കയറണേക്കാൾ ആലപ്പുഴ ബീച്ച് നമുക്ക് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകുന്നതാണ്. പിന്നെ അവിടെ തന്നെ നമ്മുടെ ഫിഷ് സ്പാ ഉണ്ടല്ലോ, നമ്മുടെ കാലിന് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ വാപ്പിയും ഐഷുമോളും കൂടി വന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ഓടി വന്നു. പിന്നെ ആദ്യം ചെയ്തത് ഞൗഫായിരുന്നു. ഞൗഫ് വന്ന് ഐഷുവായിട്ടിരുന്നു. പക്ഷേ ഐഷുവിന് പേടിയായിട്ട് ആദ്യം കാല് മുക്കിയിട്ട് അവൾ എണീറ്റ് പോന്നു. അപ്പോൾ ഐഷുവിന് പകരമായിട്ട് അൽഫി ഇരുന്നു. പിന്നെ അങ്ങനെ എല്ലാവർക്കും കയറാനുള്ള ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ആദ്യമേ ഇവർ രണ്ടുപേരും കയറി കുറേ നേരമൊക്കെ ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉമ്മിയും വാപ്പയും അതുപോലെ മുജിയും മൻസിയും പിന്നെ ഞാനും ഒക്കെ കയറി. അപ്പോൾ എൻ്റെ കൂടെ പിന്നെ ഐഷുവും കുറച്ച് നേരമൊക്കെ കയറിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാലയിലിങ്ങനെ വന്ന് മീനുകളിങ്ങനെ വിളിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഇക്ലിയും കേട്ടുള്ള ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാൽ മസാജ് ഡോക്ടർ ഫിഷ് സ്പാ എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ കുറേ നേരമൊക്കെ ഇരുന്ന് എൻ്റെ കാലിലൊക്കെ നല്ല മസാജിങ്ങൊക്കെ കൊടുത്തിട്ട് ഇട്ടത്. അപ്പോൾ ആദ്യമേ നമുക്കിവിടെ കാലൊരു വേറൊരു വെള്ളമുണ്ട്, പൊട്ടാസ്യം ഇട്ട വെള്ളത്തിൽ ആദ്യം നമ്മൾ കാല് കഴുകിയിട്ട് വന്നിട്ട് വേണം ഇവിടെ ഈ ഇതിലിരിക്കാൻ. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു 5 ടാങ്ക് എങ്ങാണ്ടുണ്ട്. 5 ടാങ്കുണ്ട്. അപ്പോൾ 5 ടാങ്കിൽ ഒരു സമയം ഒരാളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ അത് കലക്കുമ്പോൾ ഇരിക്കലൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ആദ്യം ഇതെല്ലാം പേടിയാന്നിട്ട് പിന്നെ ആദ്യം കുറച്ച് നേരം കാലൊക്കെ അതിൻ്റെ അവർ കാണാതൊക്കെ മുക്കി വെച്ചായിരുന്നു. എല്ലാ ഫിഷും വന്ന് നമ്മുടെ കാലയിലേക്ക് വന്ന് ഇങ്ങനെ കൊത്തി വേദനയൊന്നും എടുക്കില്ല. പക്ഷെ ഒരു ഇക്ലി എടുക്കും, നല്ലൊരു സുഖമുള്ളൊരു ഇക്ലി എന്ന് പറയൂലേ, അതങ്ങനെ കുറേ നേരം 10 മിനിറ്റാണ് കേട്ടോ. പക്ഷേ ശരിക്കും 15 മിനിറ്റോളമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ സമയം കിട്ടിയായിരുന്നു. 10 മിനിറ്റൊന്നുമല്ല, അതിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കാലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റാണ് കയറിയത്. എല്ലാവരും കയറിയതിന് ശേഷം ലാസ്റ്റാണ് കയറിയത്. പക്ഷേ എൻ്റെ പോണു ഞങ്ങൾ 3-4 പേര് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ആൾക്കാർ വരട്ടെ എന്ന് കരുതിയാണെന്ന് തോന്നുന്നു. കുറേ നേരം സമയം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു.
അങ്ങനെ 10 മിനിറ്റ് അല്ല, അതിൽ കൂടുതലൊരു 15-20 മിനിറ്റോളം സമയം കിട്ടിയായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. ആദ്യം വന്ന് നമ്മൾ കാല് വെക്കുമ്പോൾ തന്നെ നിറയെ മീൻ വന്ന് നമ്മളെ കൊത്തും. പിന്നെ അത് കുറേശ്ശെ ആവും. അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീഡിയോസൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് പെൻഡിങ് ആണ്. മിക്കവരും കണ്ടിട്ടില്ല. അപ്പോൾ കാണാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്, കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി, തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ കണ്ടേക്കാം. എല്ലാവരും കാണുന്നുണ്ട്, ആരെയും വിട്ടു പോകില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തിരക്കൊഴി കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങൾ പുറത്ത് ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുവാണ്. ഉച്ചഭക്ഷണത്തിന് ഞങ്ങൾ ഇതാ പൊതിച്ചോറാണ് കൊണ്ടുവന്നത്. വാഴയിലയിൽ നല്ല പൊതിച്ചോറ്, നല്ല സുന്ദരമായ ഭക്ഷണമായിരുന്നു. ഞങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കാതെ നമ്മുടെ വിശപ്പ് കെടുത്തി ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ ഒരു ഇഷ്ടത്തിനൊക്കെ നമുക്ക് ഇങ്ങനെയൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഹോട്ടലിൽ നിന്ന് കഴിക്കണതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല കേട്ടോ. ഇത് ഫീൽ കിട്ടില്ല എന്നല്ല, ഹോട്ടലിനേക്ക് ഈ ഒരു സുഖം ഹോട്ടലിൽ നിന്ന് കഴിക്കണ ഭക്ഷണത്തിൻ്റെ ഫീൽ കിട്ടില്ല. അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ലാസ്റ്റ് കഴിച്ചത് ഞാനാണ് കേട്ടോ. എന്നുവെച്ചാൽ കുട്ടികൾ അതിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വന്നത് ഞങ്ങൾ എക്കോ പോയിൻറ്റിലേക്കാണ്. എക്കോ പോയിൻ്റ് ഇതാണ് എക്കോ പോയിൻ്റ്. ഇതെന്ന് വെച്ചാൽ കുറച്ച് ദൂരം കണ്ട് മാറാണ് എക്കോ പോയിൻ്റ്. ഇവിടെ കാണാൻ നല്ല രസമാണ്. നമുക്ക് കണ്ട് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ പോയിൻറ്റിലേക്ക് പോയി. എക്കോ പോയിൻറ്റിലേക്ക് തിരിച്ച് വരുമ്പോൾ കയറാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ അവിടെ ഞങ്ങൾ വ്യൂ പോയിൻറ്റിലേക്ക് പോയി. പക്ഷേ വ്യൂ പോയിൻറ്റിലേക്ക് മല കയറുന്നതനുസരിച്ച് തന്നെ കോട കൂടുതലായി വന്നുകൊണ്ടിരുന്നു. കാരണം എന്താ, അവിടെ ഒരു കടേൻ്റെ പൊക്കത്ത് ഒരു മരം അതാണ്ട് അവിടെ എടുത്തത്. നോക്കി നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്യാമറയിൽ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. അങ്ങോട്ട് കാണാൻ വൈറ്റ് കംപ്ലീറ്റ് കോടയാണ്. ഈ കോടകൾ കംപ്ലീറ്റ് നിറഞ്ഞുകൊണ്ട് ശരിക്കും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ മേലിലേക്ക് കയറുന്നതനുസരിച്ച് ആ കോടകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തി നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം എന്ന് കരുതി. ഇവിടെ നല്ല തേയിലത്തോട്ടം, നല്ല ഭംഗിയിൽ ഈ ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ തഴുകി കിടക്കുന്ന തേയിലത്തോട്ടം. അപ്പോൾ അതാ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ച് ക്യാരറ്റൊക്കെ വാങ്ങി, പിന്നെ ഇതുപോലെ കുറച്ച് മിഠായി ഈങ്കപ്പള്ളിൻ്റെയും എന്തൊക്കെയോ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. കേട്ടോ നമുക്ക് അത് അട്ടാണി വേണമെന്നാണ് അവൾ പറഞ്ഞത്. പട്ടാണി വേഗം പൊട്ടിക്കാൻ പോയി. അട്ടാണിയോ കടലിൽ എന്തൊക്കെയാണ്. പിന്നെ എന്താ ഇതിന് ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. എത്ര കണ്ടിട്ട് ഒരു മതി വരുന്നുണ്ടായിരുന്നില്ല, അത്ര രസമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നെ കൂടി നിങ്ങളിടയ്ക്ക് കാണിച്ചു തരട്ടെ എന്ന് ഓർത്തിട്ട് സെൽഫി ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലും കണ്ടോ എന്ത് രസമാണെന്നോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാർ ഈ ക്ലൈമറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ തണുപ്പത്ത് നല്ല ചൂട് ചായയും ഒക്കെ കഴിച്ച്, പഴംപൊരി ഉണ്ടായിരുന്നില്ല, പഴംപൊരി എന്ന് പറയാൻ പോയത്, പക്ഷെ പഴംപൊരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വീഡിയോസും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ തന്നെ ഇരുന്നിട്ടാണ്. അങ്ങനെ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു. നിങ്ങൾക്കിഷ്ടമായോ? എനിക്കിഷ്ടമായി. ഞങ്ങളിതിപ്പോൾ മൂന്നാറിലേക്ക് ആദ്യത്തെ യാത്രയൊന്നുമല്ല. മൂന്നാറിൽ അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ മൂന്നാർ എനിക്ക് സംബന്ധിച്ച്, എൻ്റെ പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പോയാലും മതിയാവാത്തൊരു ഏരിയ തന്നെ കേട്ടോ മൂന്നാർ. അതെനിക്കിപ്പോൾ പോയല്ലേ, എപ്പോൾ പോയാലും അതെ, എത്ര കണ്ടാലും. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ മൂന്നാർ തന്നെയല്ലേ എപ്പോഴും പോകണേ, പിന്നെ എന്തിനാ പിന്നെയും പോകണേ. പക്ഷേ ആ ഒരു ഭംഗി വേറെ എവിടെയും കിട്ടാറില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങളിതാ യാത്ര തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് പോകണമനുസരിച്ച് കോടമഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലേക്കൊന്നും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഓപ്പോസിറ്റിൽ നിന്ന് വന്ന വണ്ടി അടുത്തെത്തുമ്പോൾ ലൈറ്റ് കത്തുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം വഴിയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിനേക്കാളും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് മൊത്തം ക്ലിയറായിട്ട് മനസ്സിലാവും. കാരണം ഇതിപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ അത്രയും തിക്കായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭയങ്കര ഭീകരതയായിരുന്നു. കാരണം പരസ്പരം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഈ അവസ്ഥയിൽ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? കാരണം അവിടെ പരസ്പരം ഒന്നും കാണാൻ പറ്റില്ല, മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയല്ലേ. പിന്നെ നമ്മൾ വ്യൂ പോയിന്റിൽ പോയിട്ട് എന്ത് കാണാനാണ്? വ്യൂ പോയിന്റിൽ വെച്ചാൽ ഭയങ്കര ഹൈയാണ്. അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മേഘങ്ങൾ താഴത്ത് കിടക്കുന്ന ഒരു ഫീല്, ആ ഫീലാണ് ശരിക്കും നമുക്ക് അവിടെ കിട്ടേണ്ടത്. പക്ഷേ ഇത് കോടമഞ്ഞിൽ നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം പോലും ആരെയും കാണാൻ പറ്റില്ല. അതുപോലെ കോടമഞ്ഞിൽ മൊത്തം കോടയും മൂടിക്കിടക്കുമ്പോൾ നമുക്ക് താഴെയും കാണാൻ പറ്റില്ല, മേളിലും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റത്തുണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് മുമ്പോട്ട് പോകണോ, പോയിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മൾ അങ്ങോട്ട് വെറുതെ അത്രയും ലോങ് ഓടിച്ച് പോയിട്ട് അവിടം വരെ സ്പെൻഡ് ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റാതെ കഴിഞ്ഞാൽ അതൊരു ഇതാവൂലേ എന്നൊക്കെ പറഞ്ഞാണ് ഈ പോണത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് എവിടെയെങ്കിലും അപ്പം പറഞ്ഞ് എവിടെയെങ്കിലും ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് തന്നെ പോരാം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അത്രക്കും കോഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദൂരം കണ്ട് പോയി. ഏകദേശം വ്യൂ പോയിൻ്റ് അടുത്തൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. എക്കോ പോയിൻ്റ് അവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഒരുപാട് കയറി. പക്ഷെ കണ്ടതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, കാരണം നമ്മൾ താഴത്തേക്ക് ഒന്നും കാണുന്നില്ല, വെറും പുക മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അങ്ങനെ കുറേ ഞങ്ങൾ ചെന്നിട്ട് നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു. കുറച്ചുകൂടി മുമ്പോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇത് തീർത്ത് എൻ്റെ വീഡിയോസ് ഇടുന്നില്ല, അടുത്തൊരു വീഡിയോസും കൂടി ആയിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ. കാരണം അതൊരു ലോങ് ഒരുപാട് വീഡിയോ ഉണ്ട്, എല്ലാവരും കാണിയൊന്നുമില്ല. അത് കുറച്ചിങ്ങനെ കണ്ടിട്ട് എല്ലാവരും നിർത്തിക്കളയും. അപ്പോൾ വലിയ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ടിട്ടുന്നത്. അല്ലാതെ ആരെയും വെറുപ്പിക്കാനും ബോറടിപ്പിക്കാനൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഫുള്ള് ഇട്ടിട്ട് കഴിഞ്ഞാൽ വലിയ ലെങ്ത് ആവും. അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് കയറാനും ബുദ്ധിമുട്ടാണ്, എല്ലാവരും കാണത്തുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇവിടം വെച്ച് തീരുന്നില്ല, അടുത്തൊരു വീഡിയോയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നിർത്തുവാണ് കേട്ടോ. അതിന് 3 പാർട്ടായിട്ടാണ് ശരിക്കും നമ്മൾ ഈ മൂന്നാർ ട്രിപ്പ് ഇടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. ഇതാ ഞങ്ങൾ ഇവിടെ പകുതിക്ക് വെച്ച് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു പോയിൻ്റാണ്. ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങാൻ തോന്നി. അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ കരുതി. അവിടെ അല്ലാതെ ഈ തേയിലത്തോട്ടത്തിൻ്റെ അകത്തേക്ക് എല്ലാ തോട്ടവും കയറ്റൂലല്ലോ, അവിടവും കമ്പിച്ച് അടച്ചു വെച്ചേക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇതാ ഇവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ക്ലാരിറ്റി കുറച്ച് കിട്ടുമല്ലോ ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ്. അങ്ങനെ ഇനി ബാക്കിയുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൽ നിന്ന് ഇതുപോലെ ഞാൻ സെൽഫി എടുക്കുന്നുണ്ട്. തേയിലകൾ നമ്മുടെ ഇലകളുണ്ട്. ഇവരൊക്കെ ഏകദേശം തേയില ഒക്കെ വെട്ടി അടുത്ത സെക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കപ്പിൾസ് ഇവിടെ നിൽപ്പുണ്ട്. കപ്പിൾസും എല്ലാം അവരുടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണം. ഐഷു മോക്ക് നിലത്താണത്തിട്ട് ഉളക്കോട്ടൊക്കെ കേട്ട് അവിടെ ഇപ്പുണ്ട്. പിന്നെ അതുമോൻ ഉറക്കത്തിലായിരുന്നു, ഉറങ്ങിയിട്ടതിൻ്റെ ഒരു ക്ഷീണവും ചിറാപ്പൊക്കെ അതുമോളുടെ ഉണ്ട്. അതുമോളുടെ ഇല്ല, അതുമോൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.